VHP നേതാവ് അനിൽ വിളയിൽ നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ അനിൽ വിളയിൽ, ഞങ്ങൾ കാണിക്കുന്ന ദൃശ്യങ്ങൾ അങ്ങ് കാണുന്നുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. അതായത് കാലിക്കസേരകളെ സാക്ഷിയാക്കിയായിരുന്നു മുഖ്യമന്ത്രിയുടെയും ദേവസ്വം മന്ത്രിയുടെയും ഒക്കെ പ്രസംഗം എന്ന് പറയുന്നത്. അതായത് 3000 പേർ പോലും പങ്കെടുത്തിട്ടില്ല. ഇവർ പറഞ്ഞത് വളരെ തെരഞ്ഞെടുത്ത ആളുകളെ മാത്രം കൊണ്ടുവരുന്നു, പാസ്സൊക്കെ കൊടുത്താണ് ഈ പ്രതിനിധികളെ എത്തിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ എങ്ങനെയൊക്കെ ശ്രമിച്ചിട്ടും ഈ കാലിക്കസേരകൾ ഒഴിവാക്കാൻ പോലും ഈ സമ്മേളനത്തിന്റെ സംഘാടകരായിട്ടുള്ള ദേവസ്വം ബോർഡിനോ സർക്കാരിനോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അങ്ങ് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? കഴിഞ്ഞ ഏറെ കാലമായിട്ട് മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന എല്ലാ ചടങ്ങുകൾക്കും കാലിക്കസേരകളാണ് എന്നൊരു ദൗർഭാഗ്യമുണ്ട്. അതൊക്കെ അദ്ദേഹത്തിന്റെ ദോഷത്തിന്റെ ഭാഗമായിട്ടായിരിക്കാം. ആ ദോഷങ്ങളുടെ പരിഹാരാർത്ഥമാണ് ഇപ്രകാരം ഒരു അയ്യപ്പ സംഗമം നടത്തുന്നത് എന്നുള്ളത് ഇന്ന് കേരളത്തിൽ വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം തന്നെയാണ്. പക്ഷെ ആ പരിഹാരക്രിയ പോലും പരാജയപ്പെട്ടു എന്നുള്ളതാണ് ഈ കാലിക്കസേരകൾ ചൂണ്ടിക്കാണിക്കുന്നത്. നമുക്കറിയാം, ഈ ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞാൽ കാലുമാറികളായിട്ടുള്ള, കഴിഞ്ഞ കുറെ നാളിന് മുമ്പ് മറ്റൊരു രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചിട്ട് കാലുമാറി വന്നിട്ടുള്ള പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ കള്ളന്മാർക്ക് വേണ്ടി നടത്തുന്ന ആഗോള അസുര സംഗമമാണിത്. അയ്യപ്പ സംഗമമൊന്നുമല്ല നടക്കുന്നത്. ഇത് തീർത്തും ഡേറ്റകൾ കളക്ട് ചെയ്യുക. അവർക്ക് ആള് വന്നോ ഇല്ലയോ എന്നുള്ളതിന് പ്രസക്തി ഒന്നുമില്ല. ഇത് ലോകത്തുള്ള പണച്ചാക്കുകളായിട്ടുള്ള മുതലാളിമാരുടെ ഡേറ്റകൾ കളക്ട് ചെയ്യുക. അതിൽ കൂടി മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ മകൾക്കും ഡേറ്റ കച്ചവടം ചെയ്യാൻ, സ്പ്രിംഗ്ലർ പോലെയുള്ള അഴിമതികൾ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഡേറ്റകൾ കളക്ട് ചെയ്യുക, ആ ഡേറ്റകൾ കളക്ട് ചെയ്തിട്ട് അവരുമായി ബന്ധപ്പെട്ട് പണമുണ്ടാക്കിയിട്ട് അടുത്ത തെരഞ്ഞെടുപ്പിന് മത്സരിക്കുക തുടങ്ങിയ കച്ചവട താല്പര്യങ്ങളാണ് ഇതിന്റെ പിന്നിലുള്ളത്. തീർത്തും അയ്യപ്പ കോപമാണ് ഇവരൊക്കെ ക്ഷണിച്ചു വരുത്തുന്നത്. അയ്യപ്പന് താല്പര്യമില്ല ഇത്തരത്തില്. അയ്യപ്പനെ എത്രമാത്രം മോശമായി ചിത്രീകരിച്ച ആൾക്കാരാണ് ഇവരൊക്കെ. അയ്യപ്പന്റെ ബ്രഹ്മചാര്യത്തിനെ കളിയാക്കിയവർ, അയ്യപ്പന്റെ പിതൃസ്ഥാനത്ത് നിൽക്കുന്ന തന്ത്രിമാരെ കളിയാക്കിയവർ, മാളികപ്പുറത്തമ്മയെ കളിയാക്കിയവർ, ഇവരൊക്കെ കൂടെ ചേർന്ന് ഇത്തരത്തിലുള്ള ഒരു സംഗമം നടത്തുന്നതിന് അയ്യപ്പന് തീർത്തും അനുകൂല ഭാവമല്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ ഒഴിഞ്ഞ കസേരകൾ. കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ ദേവസ്വം ബോർഡിലെ ചില ഉദ്യോഗസ്ഥരുടെ സംഭാഷണങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ആ സംഭാഷണങ്ങളിൽ എങ്ങനെ നമുക്ക് ആളിനെ കൂട്ടിയേ പറ്റത്തുള്ളൂ, രാത്രി തന്നെ യാത്ര പുറപ്പെടണം തുടങ്ങിയ സന്ദേശങ്ങൾ വ്യാപകമായി പ്രചരിക്കുകയാണ്. മലബാർ ദേവസ്വം ബോർഡിൽ വ്യാപകമായിട്ട് സർക്കാർ ഫണ്ട്, ദേവസ്വം ഫണ്ട് ഉപയോഗിക്കാനുള്ള ഒരു തീരുമാനത്തിനെ ഹൈക്കോടതി ഇന്നലെ തടഞ്ഞു. ഇക്കാരണങ്ങളാലൊക്കെ തന്നെ ഒഴിഞ്ഞ കസേരകളെ വരികയുള്ളൂ എന്നത് ഇന്നുണ്ടായ യാഥാർത്ഥ്യമല്ല. ഇന്നലകളിൽ തന്നെ ഞങ്ങൾ അത് മനസ്സിലാക്കി കഴിഞ്ഞതാണ്. തീർത്തും നിരാശാജനകമായിട്ടുള്ള ഇപ്പോൾ തന്നെ ഇന്ന് രാവിലെ ഒരു മാധ്യമത്തില് നമ്മളുടെ ദേവസ്വം പ്രസിഡന്റ് പറഞ്ഞു, സജീവമായിട്ടുള്ള പിന്തുണ ഈ സംഗമത്തിന് കിട്ടിയിട്ടില്ല. ഇന്ത്യ മുന്നണിയുടെ എത്രയോ മുഖ്യമന്ത്രിമാരും ദേവസ്വം മന്ത്രിമാരും രാജ്യത്തുണ്ട്. ഒരൊറ്റയാളെ പോലും കൊണ്ടുവരാൻ അവർക്ക് സാധിച്ചില്ല. തമിഴ്നാട്ടിലെ ഒരു മന്ത്രി മാത്രമാണ് പരിപാടിയിൽ പങ്കെടുക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. തീർത്തും വൻ പരാജയമായി മാറിയിരിക്കുന്ന, ലക്ഷങ്ങൾ മുടക്കിയിട്ടുള്ള ഒരു തട്ടിപ്പ് സംഗമം, ആഗോള അസുര സംഗമമാണ് ഇവിടെ അസുര സംഗമത്തിൽ തന്നെ വലിയ കുറേ കള്ളന്മാർ മാത്രമാണെന്ന് പങ്കെടുക്കുന്നത്. അതേപോലെ തന്നെ കേരളത്തിലെ എത്രയോ സാമുദായിക സംഘടനകളുണ്ട്. വിരലിലെണ്ണാവുന്ന 2-3 സംഘടനകൾ മാത്രമാണ് ആ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. അയ്യപ്പനിൽ വിശ്വാസമില്ലാത്ത ചില സന്യാസി ശ്രേഷ്ഠന്മാർ പങ്കെടുക്കുന്നു. ആ ശബരിമലയുമായി ബന്ധപ്പെട്ടുള്ള കുടുംബങ്ങൾ പങ്കെടുക്കുന്നില്ല. ആചാരത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന പേട്ട സംഘങ്ങൾ പങ്കെടുക്കുന്നില്ല. പിന്നെ ആരാ പങ്കെടുക്കുന്നത്? തീർത്തും നിരാശാജനകമായിട്ടുള്ള ഒരു റിസൾട്ട് സർക്കാരിന് സമ്മാനിക്കുന്ന ഒരു ആഗോള അസുര സംഗമമാണ് ഒഴിഞ്ഞ കസേരകൾക്ക് മുമ്പിൽ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തത്. ശ്രീ അനിൽ വിളയിൽ, ഒപ്പം ഇതിൽ പങ്കെടുത്ത ചില വ്യക്തികൾ, ഇപ്പോൾ താങ്കൾ തന്നെ സൂചിപ്പിച്ച തമിഴ്നാട്ടിൽ നിന്നുള്ള മന്ത്രി ശേഖർ ബാബു, ഈ ശേഖർ ബാബു DMKയുടെ ഒരു ഹിന്ദു വിരുദ്ധ മുഖമാണ്. അതായത് സനാതന ധർമ്മത്തെ പറ്റി തുടർച്ചയായി അധിക്ഷേപങ്ങൾ ചൊരിയുന്ന അദ്ദേഹത്തെ പറ്റി നമ്മളൊന്ന് ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അദ്ദേഹം ഹിന്ദു വിരുദ്ധത പറഞ്ഞതിന്റെ രേഖകളാണ് ഇങ്ങനെ പുറത്തേക്ക് വരുന്നത്. ഒപ്പം ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന് പ്രഖ്യാപിച്ച അതിന്റെ ഭാഗമായിരുന്ന സിമിയുടെ മുൻകാല നേതാവ് KT ജലീലൊക്കെയാണ് വേദിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്. അപ്പം എന്താണ് ഈ സമ്മേളനത്തിന്റെ സന്ദേശമെന്ന കൃത്യമാണല്ലോ ഈ ദൃശ്യങ്ങളിലൂടെ. ഈ ശേഖർ ബാബു, നമുക്കറിയാം, സ്റ്റാലിന്റെ മകന്റെ ഒരു പ്രസംഗമാണല്ലോ ഈ സനാതന സംസ്കാരം എന്ന് പറഞ്ഞൊരു വൈറസാണ്. ആ വൈറസിനെ എങ്ങനെയും നശിപ്പിക്കണമെന്ന് പറഞ്ഞ ആ പ്രസംഗത്തിന്റെ വേദിയിൽ ഇരുന്ന മന്ത്രിയാണ് ഈ ശേഖർ ബാബു. അദ്ദേഹവും അതേപോലെ സമാനമായിട്ടുള്ള ധാരാളം പ്രസംഗങ്ങൾ നടത്തിയിട്ടുണ്ട്. DMK എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം
അത് നമുക്കറിയാമല്ലോ. ആ പെരിയാർ ഉൾപ്പെടെയുള്ള ആൾക്കാർ, അല്ലെങ്കിൽ കരുണാനിധിയുള്ള ആൾക്കാർ, അവരുടെ അടിസ്ഥാനപരമായിട്ടുള്ള നയം തന്നെ സനാതന സംസ്കാര വിരുദ്ധമായിട്ടുള്ള നടപടികളാണ്. അത്തരത്തിലുള്ള ഒരാളിനെ കിട്ടിയുള്ളൂ ഈ ഉദ്ഘാടനം ചെയ്യാൻ. വേറെ ഞാൻ ചോദിച്ചോട്ടെ, കർണാടകം അല്ലെങ്കിൽ ആന്ധ്ര, പോണ്ടിച്ചേരി തുടങ്ങിയ സമീപ സംസ്ഥാനങ്ങളിലെ ഒരാളെ പോലും കിട്ടിയില്ലല്ലോ ഇവർക്ക്. അതേപോലെ തന്നെ സിമി, ഈ രാജ്യത്തിന്റെ മോചനം ഇസ്ലാമിലൂടെ എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള നേതാവാണ് KT ജലീൽ. ആ ജലീലും ഈ ശേഖർ ബാബുവും ഉൾപ്പെടെ മാത്രമുള്ള, നമുക്ക് നോക്കൂ എത്ര മോശമാണ്, അധമ മനസ്സുള്ള ഈ രണ്ട് വ്യക്തികളാണ് ഇവിടെ പങ്കെടുക്കുന്ന ഈ നേതാക്കന്മാരായിട്ട് ചമഞ്ഞിരിക്കുന്നവർ. ബാക്കി കുറെ ഉദ്യോഗസ്ഥരെയും കൊണ്ട് നിറച്ചു വെച്ചിരിക്കുകയാണ്. കളങ്കിത വ്യക്തിത്വങ്ങളായിട്ടുള്ള ആൾക്കാരെയാണ് ലോകത്തുനിന്ന് വിളിച്ചുകൂട്ടി യോഗത്തിൽ പങ്കെടുപ്പിക്കുന്നത്. തീർത്തും വിഷമം നിറഞ്ഞ സർക്കാരിന് വരും ദിവസങ്ങളിൽ വളരെ വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കത്തക്ക രീതിയിലാണ് ഈ അയ്യപ്പ സംഗമം നടക്കുന്നത്. വളരെ നന്ദി ശ്രീ അനിൽ വിളയിൽ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്.